ഇങ്ങനെ ശാസ്ത്രലോകം ആധികാരികമായി തെളിയിച്ചു തന്ന ഈ വേദ പുസ്തകത്തിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അനാദിയായി, ശാശ്വതമായി, അനന്തമായി ആരാധിക്കാം, അൽഫയും ഒമേഗയുമായി, ആരംഭത്തിൽ അവസാനം അറിയുന്നവനായി, അവസാനത്തിൽ ആരംഭം അറിയുന്നവനായി, മരീചികയുടെ അവസ്ഥയിലും ഇസ്രായേൽ ജനത്തെ നടത്തിയവനായി, മോശ, നോഹ, യോശുവ തുടങ്ങിയ, ഏലിയാവ്, എലീശ, മത്തായി, പൗലോസ്, പത്രോസ് തുടങ്ങിയ ഭക്തന്മാരെ നടത്തിയവനായി, ആർക്കും അടുത്തുകൂടുവാൻ കഴിയാതെ വണ്ണം അമർത്യത്തിലും വെളിച്ചത്തിലും വസിക്കുന്നവനായി, കന്യകയുടെ ഉദരത്തിൽ ജനിച്ച് ഭൂമിയിൽ ജീവിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിനത്തിൽ പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളത്തിന്റെ സദൃശ്യമുള്ള കാലുള്ളവനായി, അവൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണോടുകൂടി പെരുവെള്ളത്തിന്റെ ഇരച്ചില് പോലെ ആ വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദമായി, മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന ശബ്ദമായി, കാദേശ് മരുഭൂമിനെ നടുക്കിയ ശബ്ദമായി, സർവശക്തനായി, സർവവ്യാപിയായി, സർവജ്ഞാനിയായി, ഒറ്റവാക്കിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ കെട്ടിത്തൂക്കിയവനായി, അഖില കടാഖണ്ഡങ്ങളെ നിർമ്മിച്ചവനായി, ഭൂഗോളത്തെയും ഭൂചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായി, ത്രിലോകത്തിലും സകല ലോകത്തിലും ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ദൈവമെന്ന പദത്തിന് യോഗ്യനൊറ്റ ഒരുത്തൻ, അവന്റെ പേര് ജീസസ് ക്രൈസ്റ്റ്.